ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024-25 സീസണിന് മുൻപ് ചില കളിക്കാരെ കൂടി ഒഴിവാക്കിയേക്കും എന്ന റിപ്പോർട്ട്. 2023-24 സീസണിൽ കളിച്ച പലരെയും ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയമാണ്. ഇനിയും കളിക്കാരെ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമെന്നാണ് സൂചന. പുതുതായി സ്ഥാനമേറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയുടെ പദ്ധതിയിൽ ഇല്ലാത്ത കളിക്കാരെയാണ് കൊച്ചി ക്ലബ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. സ്വീഡിഷുകാരനായ മൈക്കിൾ സ്റ്റാറെ 2 വർഷ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ എത്തിയിരിക്കുന്നത്. 2023-24 സീസണിൽ കളിച്ച ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡക്കോസ്, ജാപ്പനീസ് വിംഗർ ഡെസൂക്കെ സക്കായി, ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച്, ലിതാനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫെർണോഡ് സെർണിച്ച്, ഇന്ത്യൻ താരങ്ങളായ ജിക്സൺ സിംഗ്, ലാറ ശർമ്മ, കരൺജിത് സിംഗ്, നിഷ്കു കുമാർ എന്നിവർ ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പുറത്തുപോയിരുന്നു. ഇവർക്ക് പിന്നാലെയാണ് 2 കളിക്കാർ കൂടി പുറത്തേക്കുള്ള വഴിയിലുള്ളത്. 2023-24 സീസണിന്റെ തുടക്കത്തിൽ സ്വാപ്പ് ഡീലിലൂടെ സ്വന്തമാക്കിയ പ്രീതം കോട്ടലിനെ ഒഴിവാക്കിയേക്കും എന്നാണ് വിവരം. സഹൽ അബ്ദുൽ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന് കൈമാറിയപ്പോഴാണ് പ്രീതം കോട്ടലിനെയും ട്രാൻസ്ഫർ തുകയും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ലഭിച്ചത്. എന്നാൽ നിലവിൽ പ്രീതം കോട്ടലിനെ തിരികെ സ്വന്തമാക്കാൻ കൊൽക്കത്തൻ വൻ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഒരുക്കമാണെന്നാണ് വിവരം. അതേസമയം പ്രീതം കോട്ടലിനെ കൈമാറണമെങ്കിൽ 2 കളിക്കാരെ പകരം ലഭിക്കണം എന്ന നിലപാടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വീകരിച്ചത്. ദീപക് ധൻകരിയെ ലഭിക്കണമെന്നും ഡിമാൻഡും വെച്ചു. എന്നാൽ ദീപക് ധൻകരിയെ കൈമാറാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബ് തയ്യാറല്ല എന്നതാണ് വിവരം. കേരള ബ്ലാസ്റ്റേഴ്സിനായി 22 മത്സരങ്ങളിൽ പ്രീതം കോട്ടൽ കളത്തിലെത്തി. ക്ലബ് തലത്തിലാകെ 283 മത്സരങ്ങളുടെ പരിചയം ഈ റൈറ്റ് ബാക്ക് താരത്തിനുണ്ട്. ഓസ്ട്രേലിയൻ താരം ജോഷുവ സെറ്റോരിയോ, ഘാന താരം ക്വമെ പെപ്രെ എന്നിവരെയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഴിവാക്കിയേക്കും എന്ന് സൂചനയുണ്ട്. 2023-24 സീസണിലാണ് ജോഷുവ സെറ്റേരിയയും ക്വമെ പെപ്രയും കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. പ്രീ സീസൺ പരിശീലനത്തിനിടെ പരിക്കേറ്റ ജോഷുവ സെറ്റോരിയെ 2023-24 സീസണിൽ നിന്ന് പൂർണ്ണമായി പുറത്തായി. ഇതോടെ ഇസ്രയേലി ക്ലബിൽ നിന്ന് അടിയന്തരമായി ക്വമെ പെപ്രയെ കൊച്ചി ക്ലബ് സ്വന്തമാക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രതിരോധ താരം അലക്സാണ്ടർ കോഫിനെ ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലെടുത്തിരുന്നു. 1 വർഷത്തെ കരാറിലാണ് താരം ക്ലബുമായി ഒപ്പുവച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ലീഗ് 2-ൽ SM കെയ്നിനാണ് കോഫ് അവസാനമായി കളിച്ചത്. തന്റെ പ്രധാന പൊസിഷൻ സെന്റർ ബാക്ക് ആണെങ്കിൽ പോലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും റൈറ്റ് ബാക്കായും അലക്സാണ്ടർ കേഫ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ ജനിച്ച കേഫ് വിവിധ ലീഗുകളിലും ഭൂഖണ്ഡങ്ങളിലും തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫുട്ബോളർ യാത്ര നടത്തിയിട്ടുണ്ട്. തുടർന്ന് ക്ലബിന്റെ യുവനിരക്കായി നടത്തിയ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ 16-ാം വയസ്സിൽ RC ലെൻസിൽ നിന്ന് അദ്ദേഹത്തിന് ആദ്യത്തെ പ്രൊഫഷൻ കരാർ ലഭിക്കാൻ കാരണമായി. RC ലെൻസ് ജേഴ്സിയിലെ മികച്ച പ്രകടനത്തിന് ശേഷം ലീഗ് 1-ൽ താരം 56 മത്സരങ്ങൾ കളിച്ചു. 2013-ലെ ഇറ്റാലിയൻ സീരി A ക്ലബ് ഉഡിനീസിൽ നിന്നാണ് കേഫിന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. അതേസമയം നോഹ സദാവിക്ക് ശേഷം ക്ലബിന്റെ 2ാമത്തെ വിദേശ സൈനിങ് ആണ് അലക്സാണ്ടർ കോഫിന്റേത്. വ്യക്തിപരമായ കാരണങ്ങളാൽ കൂടുതൽ സമയം അഭ്യർത്ഥിച്ച അദ്ദേഹം ഉടൻ തന്നെ തന്റെ പുതിയ ടീമംഗങ്ങളോടൊപ്പം ചേരും. 2025 മെയ് 31 വരെ ജോഷുവ സെറ്റോരിയയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാർ കാലാവധിയുണ്ട്. ക്ലബ് തലത്തിൽ ആകെ 181 മത്സരങ്ങളുടെ പരിചയം സെറ്റോരിയയ്ക്കുണ്ട്. 31 ഗോൾ സ്വന്തമാക്കിയിട്ടുമുണ്ട്. 11 ഗോളിന് അസിസ്റ്റ് നടത്തി. 23-കാരനായ ക്വമെ പെപ്രയ്ക്ക് 2025 മെയ് 31 വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്.